ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പോൾ നടന്നൊരു സംഭവം. രേണു സുധി ക്യാമറയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് അക്ബറിനെതിരായിട്ട് സംസാരിക്കുകയാണ്. അക്ബറിനെതിരെ നടപടിയെടുക്കണം, എനിക്ക് ഒരിക്കലും അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റില്ല, സ്ത്രീത്വത്തെയാണ് അപമാനിച്ചത്, കേരളത്തിലുള്ള സകല സ്ത്രീകളെയുമാണ് അക്ബർ അപമാനിച്ചിരിക്കുന്നത്. സെഫ്റ്റി ടാങ്ക് എന്നുള്ള ആ വാക്ക് കേട്ടപ്പോഴേക്കും ഞാൻ ആകെ തകർന്നുപോയി, ഉരുകിപ്പോയി. അതുകൊണ്ട് ബിഗ് ബോസ് ലോകത്തിൽ ആര് പറഞ്ഞാലും എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റില്ല, ഇതിനെതിരെ നടപടിയെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേണു സുധി ബിഗ് ബോസിന്റെ മുമ്പിൽ കംപ്ലൈന്റുമായിട്ട് പോയിരിക്കുകയാണ്. സത്യത്തിൽ ഇത് കണ്ടും കേട്ടും മടുത്തു കേട്ടോ. സെഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു പരാമർശം അത് 100% തെറ്റ് തന്നെയാണ്. അത് ശരിയാണ് എന്ന് കൂടെ നിന്ന അപ്പാനി പോലും പറഞ്ഞിട്ടില്ല. പ്രേക്ഷക സമൂഹം മുഴുവൻ അതിനെ എതിർത്തു. അതിനോടുള്ള ബന്ധത്തിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തു. ആ ചോദ്യത്തോടു കൂടി അതവിടെ വിട്ട വിഷയമാണ്. രേണു സുധിക്ക് ക്ഷമിക്കാം, ക്ഷമിക്കാതിരിക്കുകയും ചെയ്യാം. രേണു സുധിയെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു അക്ബറിനോട് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇതിനോടകം എത്രയോ തവണ രേണുവിന്റെ പിറകിന് നടന്നിട്ട് അക്ബർ മാപ്പ് പറഞ്ഞു, പല ആവർത്തി പറഞ്ഞു. പക്ഷേ രേണു മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. അല്ല, ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. ശരിയാണ്, അപ്പോഴത്തെ വികാരത്തിൽ എനിക്ക് വന്നതാണ്. അക്ബർ നല്ല പുള്ളിയാണെന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അക്ബറിന്റെ വായിൽ നിന്ന് പല ആവർത്തി തെറിയും മാനക്കേടും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം ശരി തന്നെയാ. പക്ഷേ അയാൾ പിറകിന് നടന്ന് മാപ്പ് ചോദിക്കുകയാണ്. അയാൾക്ക് മാപ്പ് കൊടുക്കില്ല. എൻ്റെ ചോദ്യം, ഈ രേണു സുധി മാപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അക്ബറിന് എന്തോ സംഭവിക്കുമെന്നാണ്. രേണുവിൻ്റെ മനസ്സിലെ ചിന്ത, ഞാൻ മാപ്പ് കൊടുക്കില്ല, അങ്ങനെ അവനെ അടുത്ത ആഴ്ച ലാലേട്ടൻ വന്ന് പുറത്താക്കണമെന്നാണ്. അതൊരു ദിവാസ്വപ്നം മാത്രമാണ്, അങ്ങനെ സംഭവിക്കില്ല. ഓൾറെഡി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചൊരു കാര്യമാണ്. രേണു സുധിയോട് മാപ്പ് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് ലാലേട്ടൻ പറഞ്ഞു. അത് ശരി തന്നെയാണ്. അതിനുവേണ്ടി അയാൾ പല ആവർത്തി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഇതിനൊരു പരിധിയില്ലേടേ. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ശാരിക ഇതിനകത്ത് ഒരു വില്ലൻ റോളുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. രേണു സുധിയെ കയ്യിലെടുത്ത് രേണുവിനോട് ഒരിക്കലും അയാളോട് ക്ഷമിക്കാൻ പാടില്ല, സ്ത്രീത്വത്തെയാണ് അപമാനിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം ഈ സെപ്റ്റി ടാങ്ക് എന്ന ആ വാക്കിനെ മാത്രം പരാമർശിച്ചുകൊണ്ട് രേണു സുധിയുടെ ഉള്ളിലേക്ക് വിഷം അങ്ങനെ കുത്തിവെച്ചുകൊണ്ടേയിരിക്കുകയാണ് ശാരിക. സത്യത്തിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടെ ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ്. എൻ്റെ സംശയം ഇതാണ്, രേണു അക്ബറിനോട് ക്ഷമിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അക്ബറിന് എന്തു പറ്റുമെന്നാണ്. അത് സംസാരിച്ചു കഴിഞ്ഞു പോയ കാര്യമാണ്. നിങ്ങൾ അയാൾക്ക് മാപ്പ് കൊടുക്കില്ല എങ്കിൽ കൊടുക്കണ്ട. നിങ്ങൾക്ക് അയാൾക്കെതിരെ എന്താ ചെയ്യാൻ പറ്റുക, അത് നിങ്ങളങ്ങ് ചെയ്യൂ. ഇപ്പോൾ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മാപ്പ് ചിലപ്പോൾ കൊടുത്തേനെ, പക്ഷെ എന്നെ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് അയാളെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു, എന്നെ നോമിനേറ്റ് ചെയ്തു, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങൾ ക്ഷമിക്കണ്ട. അയാളെ പുറത്താക്കുവാൻ വേണ്ടി എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഗെയിം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സേഫ്റ്റി ടാങ്ക് വിഷയം മാത്രം ഇങ്ങനെ കൂടെ കാണുന്നിടത്തെല്ലാം ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അത് കേൾക്കുന്നതിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ആവുകയാണ്. ശരിയാണ്, നിങ്ങളെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അയാൾ അതിന് അപ്പോളജി പറയുകയും ചെയ്തു. ഇനി ബാക്കി പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഇതിനോടകം എല്ലാ ആൾക്കാരിലേക്കും ഇത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ അൻവർ ഇപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് വരുന്ന രേണു സുധി ആരാധകർ അവർ തീരുമാനിക്കട്ടെ, അൻവർ പുറത്തു പോകണോ വേണ്ടയോന്ന്. അവരെല്ലാവരും കൂടി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അൻവറിനെ പുറത്താക്കാൻ പറ്റുമല്ലോ. കാരണം അത്രമാത്രം ഫാൻസ് രേണു സുധിക്കുണ്ടല്ലോ. നിങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരെല്ലാം കൂടി അക്ബറിനെ പുറത്താക്കട്ടെ. സ്വാഭാവികമായിട്ടും അതല്ലേ സംഭവിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി ലാലേട്ടൻ വരുന്ന സമയത്ത് രേണു സുധി നിങ്ങളോട് ക്ഷമിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്കിനി ഒരു സെക്കൻഡ് പോലും ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ് അയാളെ പുറത്തു വിടുമെന്നാണ്. ശാരികയുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അങ്ങനെ അക്ബറിനെ പുറത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കളിയായിരിക്കും. ഇങ്ങനെ പുറത്ത് കളയാനാണെന്നുണ്ടെങ്കിൽ അവിടെ ആരെയെല്ലാം പുറത്ത് കളയണം? മോശമായിട്ടുള്ള പല പരാമർശങ്ങളും പലർക്കുമെതിരെ പലരും പറയുന്നുണ്ട്. ഇന്ന് അപ്പാനി ശരത്ത് അനീഷിന്റെ പുറകിന് നടന്ന് എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറഞ്ഞത്. അനീഷിന് കംപ്ലൈന്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ അനീഷ് ഒരു ഭീമ ഹർജി അങ്ങോട്ട് തയ്യാറാക്കി ബിഗ് ബോസിന്റെ സമക്ഷത്തേക്ക് സമർപ്പിച്ചാൽ പോലും അതിനകത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാവില്ല. പ്രേക്ഷകരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിട്ട് നിങ്ങളുടെ ഗെയിം കളിക്കാൻ ശ്രമിക്കൂ. ഇങ്ങനെ വെറുപ്പിക്കരുത്. നിങ്ങൾക്ക് ഗെയിം ഒന്നും ഇല്ല എന്നുള്ളത് ഇതിനോടകം നിങ്ങളുടെ ഫാൻസിനുൾപ്പെടെ എല്ലാ ആൾക്കാർക്കും അറിയാം. നിങ്ങൾ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. ബിഗ് ബോസിൽ യാതൊരു സംഭാവനയും കൊടുക്കുവാൻ നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പണി മാത്രമേ നിങ്ങളിൽ നിന്നും പുറത്തു വരുള്ളൂ. അതുമാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, എൻ്റെ വേറൊരു സംശയം, ഈ രേണു സുധി ഈ സെപ്റ്റി ടാങ്ക് വിഷയത്തിൽ ഇത്രയധികം വേദനപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ്. ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മോശമായിട്ടുള്ള സൈബർ ആക്രമണമായിരുന്നു നിങ്ങൾക്കെതിരെ കേരളം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഓരോ വീഡിയോകളുടെയും കീഴിൽ വന്നിട്ട് കേട്ടാൽ അറയ്ക്കുന്ന തെറി നിങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഇന്റർവ്യൂകളിൽ നിങ്ങളോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ഞാൻ ഇതിനൊന്നും ഒരു പുല്ല് പോലും വില കൊടുക്കുന്നില്ല.
ഞാനിതൊന്നും കാണുന്നു പോലുമില്ല. ഈ നെഗറ്റീവ് കമന്റുകൾ മുഴുവനും എനിക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കഴുത്തിലേക്ക് ഓരോ നെഗറ്റീവ് കമന്റുകളും പൂമാലകളായിട്ടാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്രയധികം സൈബർ ആക്രമണം നേരിട്ടൊരു വ്യക്തി നിങ്ങളല്ലാതെ വേറെ ആരാണ് കേരളത്തിലുള്ളത്? അതിനെ മുഴുവനും ആസ്വദിച്ച നിങ്ങൾ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ഇപ്പോൾ ഈ സെപ്റ്റി ടാങ്ക് വിഷയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിലെ വികാരം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. പിന്നെ ശാരിക ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിഷം കുത്തി വെക്കുന്നത് അതും എല്ലാവരും കാണുന്നുണ്ട്. അവർക്കും പ്രത്യേകിച്ച് അവിടെ ഗെയിമൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരുടെ ഉള്ളിലുള്ള വിഷം അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചു തരിക. ഇതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ശാരിക ഒന്ന് മനസ്സിലാക്കണം, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? നിങ്ങളിങ്ങനെ ഇരുന്നു കൊണ്ട് അവരുടെ ചെവി തിന്നുന്നത് ഈ ക്യാമറ ലോകത്തെ മുഴുവൻ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് നിങ്ങൾ ചുടുചോറ് വാരിക്കുകയാണ്. നിങ്ങൾക്കാണ് രേണുസുതിയേക്കാൾ അധികം അക്ബറിനോട് കലിപ്പുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ പുറത്തു പോകണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യകതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ രേണുസുതി നിങ്ങളുടെ കയ്യിൽ വന്നു വീണൊരു ആയുധമാണ്. ഈ രേണുസുതിയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഗെയിൻ ഉണ്ടാക്കാം എന്നുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കൃത്യസമയത്ത് പ്രേക്ഷകരിലേക്ക് ബിഗ് ബോസ് എത്തിക്കുന്നത് കൊണ്ട് നിങ്ങളും നിങ്ങൾ വഴി രേണുസുതിയും വീണ്ടും വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സ് ഉപയോഗിക്കുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. വീണ്ടും കാണാം. ബൈ.